നിങ്ങളുടെ മാരേജ് അറേഞ്ച്ഡ് ആണോ ലവ് മാരേജ് ആണോ? ഇപ്പം രണ്ടുപേരുടെയും ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ സെക്സ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഉപദേശമായിട്ട് കൂട്ടാം. ഒന്ന്, ഞാൻ അറേഞ്ച് മാരേജിന് എതിരാണ്. ഇറ്റ്സ് ബെറ്റർ, ഓൾവേസ് ബെറ്റർ ടു ഗോ ഫോർ ലവ് മാരേജ്. ലവ് മാരേജിന് പോകുന്നതിനുള്ള പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും പേരൻസ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. പേരൻസ് കണ്ടുപിടിക്കുന്ന ഒരു സുഖമുള്ള കാര്യമല്ല. നമ്മുടെ പാർട്ട്ണറെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക, നോട്ട് പേരൻസ്. അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എടുക്കാതിരിക്കുക. നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. കാരണം എല്ലാ മനുഷ്യരും കുറവുകളും കൂടുതലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന, നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മുടെ പാർട്ട്ണറിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ പോയിൻറ്റ്സ് കാണും. അത് നമ്മൾ ഇവൻച്വലി കണ്ടെത്തുകയും ആ വ്യക്തിയെ സ്നേഹിക്കുകയും തന്നെ ചെയ്യും. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ബാഡ്. പക്ഷേ ലവ് മാരേജ് ആണ് കുറച്ചും കൂടെ സേഫ് എന്നുള്ള രീതിയിൽ പറയാം. ആർക്കാ? പേരൻസിന് സേഫ്. ഓക്കെ, അപ്പം അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലല്ലോ. അപ്പോൾ സെക്ഷൽ ലൈഫിനെ കുറിച്ച് വരികയാണെങ്കിൽ, അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല. നമുക്ക് ദേ ഗെറ്റ് ടു യൂസ് നോ ഈച്ച് അതർ അല്ലേ. ദേ വിൽ ബി ഹാവിങ് വീഡിയോ കോൾസ്, അതൊക്കെ ചെയ്ത് അവർക്ക് അറിയായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോ കോൾസിലൂടെ ഇതിലൂടെയൊക്കെ എനിക്കറിയാം, ഈ ഈവൻ സെക്സ് ചാറ്റൊക്കെ ചെയ്താലും അവർ വിചാരിക്കും തകർക്കാൻ പോകാമെന്ന് വിചാരിക്കും. ഫസ്റ്റ് നൈറ്റ് ഇനി ഒരു രക്ഷയില്ല, ദിസ് ഈസ് ദ ഡേ എന്നൊക്കെ പറഞ്ഞ് വലിയ ഹൈപ്പൊക്കെ കൊടുത്തിട്ടായിരിക്കും വെക്കുന്നത്. ദയവേത് അങ്ങനെ വെക്കാതിരിക്കുക. അങ്ങനെ വെക്കുമ്പോൾ മിക്കപ്പോഴും അത് പൊട്ടിപ്പോകാനാണ് സാധ്യത. സോ അങ്ങനെയൊക്കെ വെച്ചാലും ആദ്യ രാത്രി കഴിവതും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ തന്നെ ശ്രമിക്കുക, വേറൊന്നും വേണ്ട. പിന്നെ ടേക്ക് സം ടൈം അല്ലേ, ടേക്ക് സം ടൈം. നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുക, സ്ഥലങ്ങൾ പോവുക, ഒരു കമ്പാനിയൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. അതിൽ നിന്ന് എപ്പോഴൊക്കെയോ ഒരു സ്പാർക്കായിട്ട് ഒരു ലവ് ഒക്കെ വരട്ടെ. നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങൾ ഒന്നു ചേരണമെന്നൊരു സ്വന്തമായിട്ടൊരു അല്ലേ അവർ തന്നെ ആഗ്രഹിക്കട്ടെ. അപ്പോൾ മാത്രമാണ് നിങ്ങളൊരു ഇൻ്റർകോഴ്സിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ പോകേണ്ടതാണ് എൻ്റെ ഒരു സജഷൻ. അത് എത്ര ഡ്യൂറേഷനിലായിട്ടും അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതാവുമ്പം ഒരു കുറച്ചും കൂടെ ഒരു സേഫർ ഓപ്ഷനാണ്. മറ്റൊരു ടെൻസ്ഡ് അപ്പാണ്. ഒരു ഫസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് നൈറ്റ്, തേർഡ് നൈറ്റ് ആ പെൺകുട്ടി എന്താണെന്നല്ലോ, ആ പെൺകുട്ടിയുടെ ശരീരം എന്താണെന്നറിഞ്ഞൂടോ, ആ പെൺകുട്ടി എങ്ങനെ പ്രതികരിക്കുമെന്നറിഞ്ഞൂടോ, അതേപോലെ തന്നെ പുരുഷൻ്റെയും കാര്യങ്ങൾ അറിയില്ല. അങ്ങനെ അറിഞ്ഞൂടാത്ത രണ്ട് കപ്പിൾ ഒരു ഇമ്മീഡിയറ്റ്ലി ഇൻ്റർകോഴ്സിലൊക്കെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. സോ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. അറേഞ്ച്ഡ് മാരേജ് കപ്പിൾസ് ആണ്. ഇതിൽ ചിലവർ നമ്മുടെ അടുത്ത് ഇതേപോലെ അറേഞ്ച്ഡ് മാരേജ് കഴിഞ്ഞ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ED ഒക്കെ ആയിട്ട് വരും. അതായത് ഇവർക്ക് ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുന്ന കപ്പിൾസിൻ്റെ അടുത്ത് നമ്മൾ പറയാറുള്ളൊരു ചെറിയ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് ട്രീറ്റ്മെൻറ്റായിട്ട് തന്നെയല്ല, നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സെൻസേറ്റ് ഫോക്കസ് എന്നാണ് ആ ഒരു തെറാപ്പിയുടെ പേര്. അതായത് എന്താണ്, ഞാൻ സാധാരണ പറയുന്നത്, ആ ഒരു വൈഫ് ആ ഒരു ഹസ്ബൻഡിന് ഒരു 15-20 മിനിറ്റ്സ് ഒരു മസാജ് ചെയ്ത് കൊടുക്കുക, ഒരു ഫുൾ ബോഡി മസാജ്. അതുപോലെ തന്നെ ഹസ്ബൻഡും ചെയ്ത് കൊടുക്കുക. ഒരു 2 to 3 വീക്സ് അങ്ങനെ പോകട്ടെ. അതിനുശേഷം ഒരു മ്യൂച്വൽ മാസ്റ്റർബേഷൻ ചെയ്യുക. അങ്ങനെ തുടങ്ങുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ സെൻസേറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് അതിൻ്റെ ക്രക്സ് എന്താണെന്ന് പറഞ്ഞാൽ ടച്ച് എന്ന് പറഞ്ഞൊരു സെൻസേഷനാണ്. അതിനാണ് ഈ ഫോർപ്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. നമ്മൾ ആക്ച്വലി ഫോർപ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് രാവിലെ തൊട്ടാന്ന് പറയും. അന്ന് രാവിലെ ഹസ്ബൻഡ് രാവിലെ എഴുന്നേറ്റ് വൈഫ് എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ, വീടിൻ്റെ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ചെന്നൊരു ഹഗ് ചെയ്ത് പോകുമ്പോൾ കവിളത്തൊരു ഉമ്മയും കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ അത് തന്നെ ഒരു സ്പാർക്കാണ്. അത് തന്നെ അവൾക്കൊരു സന്തോഷം അന്ന് രാവിലെ തന്നെ കിട്ടി. തിരിച്ച് ഇപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞ് വരികയാണെങ്കിൽ, രണ്ടുപേരും വരികയാണെങ്കിൽ കയ്യിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കയ്യിലുണ്ടെങ്കിൽ അതും ഒരു സ്പാർക്ക് തന്നെയാണ്. അതൊരു പൂവായിക്കോട്ടെ, ഒരു മുല്ലപ്പൂവായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് അന്ന് രാത്രി നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുക, അന്ന് ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വളരെ നീറ്റായിട്ട് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക, ഹെയറൊക്കെ ട്രിം ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് ആ ഒരു ദിവസം ഈ മസാജും ഫോർപ്ലേ ഒക്കെ ആയിട്ട് പോവുക. ഈ ഒരു കാര്യങ്ങൾ ആ നിങ്ങളുള്ള ടച്ച് എന്ന് പറഞ്ഞ സെൻസേഷൻ കൂട്ടാനും അവർ തമ്മിലുള്ള ഒരു പ്രണയം കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. അപ്പം അത് കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ട് മാത്രമാണ് നമ്മൾ സെക്സിലോട്ടൊക്കെ പോകാൻ ആ തെറാപ്പിയിൽ പറയുന്നത്. അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കാം. ഗീവ് സം ടൈം ഫോർ ഫോർപ്ലേ. പ്രണയത്തിനും സ്നേഹത്തിനും ഒക്കെ സമയം കൊടുത്തിട്ട് മാത്രം പിന്നെ നമ്മൾ ലാസ്റ്റ് ഇൻ്റർകോഴ്സിലോട്ട് പോകും. പക്ഷേ ഒരു ലവ് മാരേജ് ആകുമ്പോൾ ഈ ഒരു പ്രശ്നം, മിക്കപ്പോഴും ലവ് മാരേജ് എന്താണ്, ദേ വുഡ് ബി ഹാവിങ് ഇൻ്റർകോഴ്സ്. അങ്ങനെ ഒരു കപ്പിളിനെ അറിയാം, പക്ഷെ അത് റെയറാണ്. ലൈക്ക് they were in love for 4 years. അവർ അതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞു, പക്ഷേ അവർക്ക് അപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ 4 years വരെ അവർ ഫോർപ്ലേ ഒക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഫോർപ്ലേയും ഇല്ല. എന്താ റീസൺ ഇതുവരെ അറിയില്ല. നൗ they are married for 6 years. ഇതുവരെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയും കപ്പിൾസ് ഉണ്ട്. പക്ഷേ യൂഷ്വലി എന്താ സംഭവിക്കുന്നത്, ലവ് മാരേജ് അവർ ഇതെല്ലാം നേരത്തെ കോണ്ടാക്റ്റും ഇൻ്റർകോഴ്സും ഒക്കെ കഴിഞ്ഞതായിരിക്കും
അപ്പം അവർക്കൊരു പുതുമയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷേ ഇവർക്കൊക്കെ ഇവഞ്ച്വലി എത്തുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഇൻ്റർകോഴ്സ് ശരിക്കും താഴോട്ട് വരുന്ന കണക്ക് അവർ തോന്നും. ലൈക്ക് മേ ബി മന്ത്ലി മന്ത്സൊക്കെ ആവുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ ഞാൻ ആണുങ്ങളോടാണ് പറഞ്ഞത്, യു ഹാവ് ടു പുട്ട് സം എഫേർട്ട്. കാരണം ആണുങ്ങൾക്ക് എന്താ പ്രശ്നം, അവിടെ ഒരു പുതുമയൊന്നുമില്ല, ഒരു പുതിയ നഗ്ന ശരീരം അല്ല അവിടെ കാണുന്നത്. ഹീ നോസ് ഹെർ. പക്ഷേ അവിടെ ഒരു കുറച്ചും കൂടെ എഫേർട്ട് ഇടുകയാണെങ്കിൽ, നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് നിങ്ങൾ ഈ ടച്ചും ഫോർ പ്ലേക്കൊക്കെ കുറച്ച് സമയം കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു റിലേഷൻഷിപ്പിന് തന്നെ കുറച്ചും കൂടെ അർത്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് തോന്നും. അപ്പോൾ ആണുങ്ങൾ കുറച്ചും കൂടെ ഒരു എഫേർട്ട് അതിനിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.